സുനന്ദയുടെ അമ്മ വിഷം കഴിച്ചു മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ആ വിവാഹത്തിന് സുനന്ദ സമ്മതിക്കുവാണ്. അതോടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുന്ന നിധിയും കൂട്ടുകാരും ആകെ നിരാശയോടെ മടങ്ങി പോവാണ്. അടുത്ത ദിവസം സുനന്ദയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അവളെ കെട്ടാൻ പോകുന്ന ചെക്കനെ കണ്ട് ഇത് നമ്മുടെ സുഭാഷേട്ടന്റെ അത്ര സൂപ്പർ അല്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. നിധിക്കും അനിയന്മാർക്കും ഒക്കെ അയാളുടെ ഫോട്ടോ കണ്ട് സന്തോഷാവുന്നുണ്ട്. സുനന്ദ ഇനി നമ്മുടെ സുഭാഷേട്ടന് വേണ്ട, അവൾക്ക് എല്ലാം ഒരുക്കിയിട്ട് അവൾ നമ്മളെ പറ്റിച്ചില്ലേ, അവളുടെ ലവിന് വേണ്ടി ചെറിയ എഫേർട്ട് എടുക്കാൻ പോലും അവൾക്ക് വയ്യ. അങ്ങനെയുള്ളവള് ആ ചെക്കന് തന്നെ കെട്ടിയാൽ മതി. അവളുടെ കല്യാണം മുടക്കാൻ ആരും തന്നെ ആ വീട്ടിലേക്ക് പോയേക്കരുത്. സുഭാഷേട്ടന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും, അതും സുനന്ദയുടെ കല്യാണത്തിന് മുൻപ് തന്നെ. അത് ഈ നിധിയുടെ ഭാഷയാണെന്ന് കൂട്ടിക്കോ. പിന്നീട് സുധീഷ് അനിയന്മാരോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോ നിധിയാണെങ്കിൽ സുധീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് മനസ്സിലായ സുധീഷിന് വലിയ സന്തോഷാവുകയാണ്. അല്ല നിധി, എന്തു പറ്റി? ഇടയ്ക്കിടെ എന്നെ തന്നെ നീ നോക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതിനാര് നോക്കി എന്ന് ചോദിക്കുവാണ് നിധി. നീ തന്നെ, നീ നോക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ അതിനാരെയും നോക്കിയിട്ടില്ല, നിനക്ക് തോന്നിയതാവും എന്ന് കള്ളം പറഞ്ഞ് നിധി പോവാണ്. രാത്രിയായപ്പോ സുധീഷ് ആരുടെയോ ഫോട്ടോസ് നോക്കി നിൽക്കുന്നത് കണ്ട് സുഭാഷേട്ടൻ വരുവാണ്. എടാ, നീ എന്തിനാ പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കുന്നേ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? നിധി നിന്റെ ഭാര്യ അല്ലെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കണം എന്നല്ലേ ഞങ്ങളും ആഗ്രഹിക്കുന്നേ. പിന്നെ നീ മാത്രം എന്താടാ മാറാത്തെ? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ഏട്ടൻ ചോദിക്കുവാണ്. ഏട്ടാ, അതിന് ഇതുമായിട്ട് എന്താ ബന്ധം? ചുമ്മാ പെൺകുട്ടികളുടെ ഫോട്ടോ അല്ലേ നോക്കിയത്? ലൈക്കും ഷെയറും ചെയ്യാനല്ലേ ഗേൾസ് ഫോട്ടോ ഇടുന്നത്? അപ്പോൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയാണോ ഏട്ടാ? ഇതൊക്കെ ഒരു സോഷ്യൽ സർവീസ് അല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോസ് നോക്കുവാണ്. രാത്രിയായപ്പോൾ സുഭാഷേട്ടന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ട പെണ്ണിന്റെ കോൾ വരുവാണ്. എനിക്ക് ഈ പെണ്ണ് സെറ്റ് ആവില്ലടാ എന്ന് സുഭാഷേട്ടൻ പറയുമ്പോ ഏട്ടാ ഫോൺ എടുത്ത് സംസാരിക്ക്, സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ തമ്മിൽ സെറ്റ് ആവും എന്ന് പറഞ്ഞ് സുധീഷ് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഏട്ടാ സംസാരിക്ക്, സ്വീറ്റ്സ് വോയിസ് പോലുണ്ട് അവളുടേത്. ഏട്ടൻ മിണ്ടാതിരിക്കല്ലേ, എന്നാ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ ചെവിയിൽ വയ്ക്കുവാണ്. ഇത് സുഭാഷ് അല്ലേ എന്ന് അവള് ചോദിക്കുമ്പോ അതെ, ഞാൻ സുഭാഷാണ് സംസാരിക്കുന്നത്. സോറി, ഇടയ്ക്കിടെ ഫോൺ ചെയ്യണമെന്ന് കരുതിയതാ, തിരിച്ചു വിളിക്കാനും മറന്നു, ഞാൻ വലിയ ബിസി ആയിരുന്നു എന്ന് സുധീഷ് പറയുമ്പോ അയ്യോ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോ എന്ന് അവള് ചോദിക്കുവാണ്. താൻ വിളിക്കുന്നത് എനിക്കൊരിക്കലും ഡിസ്റ്റർബ് അല്ലല്ലോ. താൻ ഫുഡ് കഴിച്ചോ എന്ന് സുധീഷ് ചോദിക്കുവാണ്. ആ, ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് അവള് പറയുമ്പോ ഓ ഡയറ്റാണോ? സൂപ്പർ ആയിട്ടുണ്ട്. രാത്രിയിൽ ഹെവിയായി ഒന്നും കഴിച്ചേക്കരുത്, ഇതുപോലെ ലൈറ്റായി ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി. എന്നാലേ സ്കിന് നല്ല തിളക്കമുള്ളതായിരിക്കും, അല്ലെങ്കിൽ തന്നെ തന്റെ സ്കിൻ നല്ല തിളക്കമുള്ളതാണ് എന്നൊക്കെ സുധീഷ് മറുപടി കൊടുക്കുവാണ്. അവന്റെ സംസാരം കേട്ട് അവൾക്ക് അവനെ നല്ല ഇഷ്ടമാവുകയാണ്. എന്നാൽ സുധീഷ് അവന്റെ സംസാരം കേട്ട് നല്ല ദേഷ്യത്തിൽ ഇരിക്കുവാണ്. സുഭാഷേട്ടൻ, നിങ്ങളും കാണാൻ സുന്ദരനായിരുന്നു, പിന്നെ നിങ്ങളുടെ ഹെയർ ഉണ്ടല്ലോ, അതാ എനിക്കൊരുപാട് ഇഷ്ടമായത്. അത് മെയിൻറ്റെയിൻ ചെയ്യണം, ഓവർ ആവാതെ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് യു വെരി മച്ച്. സുഭാഷ് എന്നെ ഫോൺ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാ വലിയ ബിസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തന്നെ വിളിച്ചതാ എന്നവള് പറയുമ്പോ ഞാൻ നല്ല ബിസിയാണ്, എന്നാ തന്നോട് സംസാരിക്കുമ്പോ ഞാൻ അത്ര ബിസിയല്ല എന്ന് പറയുവാണ് സുധീഷ്. ഇന്ന് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, അന്ന് കോഫി ഷോപ്പിൽ വെച്ച് എന്താ സൈലന്റ് ആയിരുന്നേ? ഇപ്പൊ ഫോണിൽ നല്ല സൂപ്പറായി സംസാരിക്കുന്നുണ്ട് എന്നവള് പറയുമ്പോ അത് പിന്നെ എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കില്ലേ? ഞാൻ അന്ന് കണ്ടപ്പോ താൻ നല്ല സുന്ദരിയായിരുന്നു, തന്നെ കണ്ടപ്പോ സമയം പോയതേ അറിഞ്ഞില്ല എന്ന് സുധീഷ് പറയുവാണ്. അത് കേട്ട് സുഭാഷേട്ടൻ നല്ല ദേഷ്യത്തില് സുധീഷിന്റെ കയ്യിൽ തന്നെ അടിക്കുവാണ്. ഓക്കെ സുധീഷ്, നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൂടി മീറ്റ് ചെയ്താലോ? എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുന്നുണ്ട് എന്നവള് പറയുമ്പോ വേണ്ടാന്ന് പറയാൻ സുഭാഷേട്ടൻ ആവശ്യപ്പെടുവാണ്. എന്നാ അത് മൈൻഡ് ചെയ്യാതെ സുധീഷ് അതിനെന്താ, നമുക്ക് കാണാലോ, ഒരു ദിവസം മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവളോട് രാത്രി ഏറെ നേരം സംസാരിച്ചിരിക്കുവാണ് സുധീഷ്. ദേഷ്യം വന്ന സുഭാഷേട്ടൻ ആ ഫോൺ വാങ്ങി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ അടിച്ച് ശരിയാക്കും, എന്താണ് നീ ചെയ്തേ? പെൺകുട്ടികളുടെ അടുത്ത് നീ സുന്ദരിയാണ്, നല്ല ഭംഗിയുണ്ട്, ഒരുമാതിരി സംസാരിക്കുന്നോടാ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുമ്പോ ആ പെണ്ണ് ഏട്ടനാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ച എന്റെ അടുത്ത് സംസാരിച്ചത് എന്ന് പറയുവാണ് സുധീഷ്. അവൾ എനിക്ക് സെറ്റ് ആവില്ല എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പിന്നെ എന്തിനാടാ അങ്ങനൊക്കെ നീ സംസാരിച്ചേ? കാലത്ത് തന്നെ നിധിയോട് പറഞ്ഞ് ആ പെണ്ണിനെ വിളിച്ച് വേണ്ടാന്ന് പറയണം.
ഫോണിലൊന്നും സംസാരിച്ച് ആശ കൊടുക്കരുത്. ആ പെണ്ണ് നല്ല പെണ്ണാ, എന്നാ എനിക്ക് അവള് സെറ്റ് ആവില്ലെന്ന് തോന്നുന്നു. വേണ്ടാന്ന് പറഞ്ഞ പാവം വേറെ പയ്യനെ നോക്കിക്കോളും. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക, നീ ഇനി അവളെ വിളിച്ചേക്കരുത് എന്നു പറഞ്ഞ് സുഭാഷ് ചേട്ടൻ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുവാണ്. ബ്രോക്കറെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അച്ഛൻ. സുഭാഷിന് പറ്റിയ പെണ്ണ് റെഡിയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന പെണ്ണ് തന്നെയല്ലേ. അവൾക്ക് സുഭാഷിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായത്രേ എന്നയാള് പറയുമ്പോ, അതേതു പെണ്ണ്? സുഭാഷ് ചേട്ടൻ കിച്ചണിൽ പോയി വടയുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ, ആ പെണ്ണാണോ എന്ന് നികേഷ് ചോദിക്കുവാണ്. ആ പെണ്ണ് സെറ്റാകില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ആ പെണ്ണിന് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെണ്ണ് തന്നെ മേസ്ത്രിയുടെ അടുത്ത് പറഞ്ഞതാ. അവനെ തനിച്ചു കൊണ്ടുപോയി സംസാരിച്ചിട്ടുണ്ട്. ആ പെണ്ണിന് മേസ്ത്രിയെ ഒരുപാട് ഇഷ്ടമായത്രേ. അതും പെണ്ണിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, അത് ഓക്കെയായ ഈ കല്യാണം ഉടനെ നടത്താം എന്ന് ബ്രോക്കർ പറഞ്ഞിട്ട് പോവാണ്. അതേത് കണ്ടീഷൻ? അത് പറഞ്ഞിട്ട് പോവാൻ സുധീഷ് പറയുമ്പോ, അതാ പെണ്ണിന്റെ അടുത്ത് തന്നെ വിളിച്ചു ചോദിക്ക് എന്ന് പറഞ്ഞ് ബ്രോക്കർ ഒന്നും മിണ്ടാതെ പോവാണ്. ഏട്ടൻ ആ പെണ്ണിനോട് തനിച്ച് സംസാരിച്ചോ? എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അവൾ ഏത് കണ്ടീഷൻ ആയിരിക്കും ഏട്ടന്റെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് സുധീഷ് ആകെ ടെൻഷനായി നിൽക്കുവാണ്. ജോലി കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ വന്നപ്പോ എല്ലാരും കൂടി അതിനെപ്പറ്റി ചോദിക്കുവാണ്. അത് പിന്നെ ആ പെണ്ണ് തനിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി സംസാരിച്ചു. എനിക്കതൊന്നും ഓർമ്മയില്ല എന്ത് കണ്ടീഷൻ എന്നൊക്കെ കള്ളം പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ഒഴിഞ്ഞു പോവാണ്. അവസാനം നിധിയും സുധീഷും കൂടി നാളെ തന്നെ അവളുടെ വീട്ടിൽ പോയി അക്കാര്യം ചോദിക്കാൻ തീരുമാനിക്കുവാണ്. അടുത്ത ദിവസം സുധീഷിനോടൊപ്പം നിധി ആ വീട്ടിലേക്ക് പോവാണ്. അവരെ നന്നായി സ്വീകരിക്കുന്നുണ്ട്. ഇതെന്റെ വൈഫ് നിധി എന്നു പറഞ്ഞ് സുധീഷ് വീട്ടുകാർക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. പെണ്ണിന്റെ പേരെന്താണെന്ന് നിധി ചോദിക്കുമ്പോ കവിത എന്നവള് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോ, ഒരു തവണ തന്റെ ഏട്ടന്റെ അടുത്ത് സംസാരിച്ചതാണ് എന്നുവെച്ച മറുപടി കൊടുക്കുവാണ്. ഏട്ടന് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അതാ ഞങ്ങൾ നേരിട്ട് വന്ന് ചോദിച്ചത് എന്ന് സുധീഷ് പറയുമ്പോ, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ചെക്കനെ വലിയ ഇഷ്ടമായി. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും നാട്ടിലൊക്കെ ഒരുപാട് അന്വേഷിച്ചു. തെറ്റായി വിചാരിക്കരുത്, നിങ്ങളുടെ വീടിനെ പറ്റി എന്തൊക്കെയോ മോശമാ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ഏട്ടനെ പറ്റി ആരും ഒരു വാക്കുപോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാ നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ അയക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയുവാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല എന്ന് സുധീഷ് ചോദിക്കുമ്പോ, കല്യാണം കഴിഞ്ഞ് വേറെ താമസിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ അല്ല, തെറ്റായി കരുതരുത് എന്നവള് പറയുവാണ്. നമ്മുടെ വീടിനെ പറ്റി നാട്ടുകാർ എന്തൊക്കെയോ പറയും, അതൊന്നും നിങ്ങൾ വലിയ കാര്യമായി എടുക്കണ്ട. ഞാൻ ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, എന്നിട്ട് ആൾക്കാർ പറയുന്ന പോലെ എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുവാണ് നിധി. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് മനസ്സ് കുറച്ച് സങ്കടമായിരിക്കുക. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടെടുത്താലും മതി. നിങ്ങൾക്കും ഞങ്ങൾക്കും നിങ്ങളുടെ ഏട്ടന്റെ വീട്ടിൽ വന്നിട്ട് പോവാലോ. കുടുംബം ഒന്ന് തന്നെയല്ലേ, വീട് മാറിയാലും. ഇതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഇവരുടെ നിശ്ചയം നടത്താം എന്ന് അച്ഛൻ പറയുമ്പോ, ഞങ്ങൾ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വിളിക്കാം എന്നു പറഞ്ഞ് സുധീഷ് നിധിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. അവരുടെ കണ്ടീഷൻ അനിയന്മാരോട് ചെന്ന് പറയുന്നുണ്ട്. ഏട്ടന് 35 വയസ്സായി, ഏട്ടന്റെ ലൈഫ് നോക്കി പോട്ടെ. ഏട്ടൻ പോകുന്ന സങ്കടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ സഹിക്കാം. എന്നാലും ഏട്ടന് നല്ല ഭാവി ഉണ്ടാവില്ലേ എന്ന് ഹരീഷ് പറയുമ്പോ സുധീഷും നിധിയൊക്കെ അതിന് സമ്മതം മൂളുവാണ്. എന്നാൽ ഏട്ടൻ പോകുന്നതില് ദുഃഖിച്ച് നിൽക്കുവാണ് നികേഷ്. ഏട്ടന്റെ കല്യാണം നടക്കണമെന്ന് തന്നെയാ ഏട്ടാ ഞാനും വിചാരിക്കുന്നേ. എന്നാ ഏട്ടനില്ലാതെ ആ വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് ഹരീഷ് പൊട്ടിക്കരയുവാണ്. നമുക്ക് സങ്കടം ഉണ്ടാവൂടാ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാലേ സുഭാഷ് ഏട്ടന്റെ കല്യാണം ഒരിക്കലും നടക്കാതെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ കഷ്ടം നോക്കണ്ട, ഏട്ടൻ പാവം തനിച്ചു പോയി താമസിക്കട്ടെ എന്ന് പറയുവാണ് ഹരീഷ്. എടാ നികേഷെ, കരയാതെ. ഏട്ടൻ ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നേ, അടുത്തുള്ള വീട്ടിലേക്ക് തന്നെയല്ലേ. ഏട്ടനെ നമുക്ക് ദിവസവും പോയി കാണാം. ഏട്ടന് നമ്മളെ കാണാൻ ഇടയ്ക്കിടെ ഇങ്ങോട്ടും വരാം. നീയും കോളേജ് പഠനം കഴിഞ്ഞ് ജോലിക്കായി ബിസിയായി പോവില്ലേ, അപ്പോൾ ഏട്ടനില്ലാത്ത പോലെ ഫീൽ ആവില്ല എന്ന് സുധീഷ് ഉപദേശിക്കുവാണ്. നമ്മളൊക്കെ സമ്മതിച്ചിട്ട് എന്താ കാര്യം? സുഭാഷ് ഏട്ടൻ ഇതിന് ഓക്കെ ആവോ? എങ്ങനെ സമ്മതിപ്പിക്കും എന്ന് നിധി ചോദിക്കുമ്പോ, കല്യാണം നടക്കുന്നത് വരെ ഏട്ടനോട് ഇതിനെ പറ്റി ആരും പറയരുത് എന്ന് സുധീഷ് മറുപടി കൊടുക്കുവാണ്. എന്നാൽ അതൊക്കെ കേട്ട് മാറി നിന്നും പൊട്ടിക്കരയുവാണ് നികേഷ്. പിന്നീട് കണ്ണു തുടച്ച് തിരിച്ചു വന്ന്, എനിക്ക് ഓക്കെയാണ്, ഏട്ടൻ സന്തോഷമായിരിക്കണം, അത്രയല്ലേ വേണ്ടു
എന്നു പറഞ്ഞ് സമ്മതം പറയുമ്പോ സുധീഷും ഹരീഷും അവനെ ചേർത്ത് പിടിക്കുവാണ്. സുധീഷ്, അവളുടെ വീട്ടിൽ ഫോൺ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ നിധി ആവശ്യപ്പെട്ടപ്പോ സുധീഷ് ഫോൺ എടുത്ത് അവളുടെ അച്ഛനെ വിളിക്കുവാണ്. നിങ്ങളുടെ കണ്ടീഷൻ വീട്ടിൽ എല്ലാവർക്കും ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്താം എന്ന് സുധീഷ് പറയുമ്പോ ശരി, നല്ലൊരു നാളെ നോക്കി നമുക്ക് ഈ കല്യാണം നടത്തിയേക്കാം എന്ന് പറഞ്ഞ അയാള് സന്തോഷത്തോടെ കോള് കട്ട് ചെയ്യുവാണ്. സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ ഏട്ടന്റെ കല്യാണം നടത്തണ ഏട്ടത്തി, ഏട്ടൻ സന്തോഷായിരിക്കണം എന്നൊക്കെ നികേഷ് പറയുവാണ്.